ഇന്ന് അധികം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഒരു പരസ്യം കണ്ടിട്ടില്ലേ, നിങ്ങളുടെ മുടിയെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് തിങ്ക് ചെയ്യും. അതായത് എല്ലാവർക്കും ഇപ്പൊ മുടികൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് മുടിയെക്കുറിച്ച് കൂടുതൽ പേഷ്യൻസും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മുടികൊഴിച്ചിലെ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ മുടികൊഴിച്ചിലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പേഷ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, ഡോക്ടറെ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സെറാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുടികൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി പുറത്തൊരു ഓയിൽ ഉപയോഗിച്ചത് കൊണ്ട് അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ കാരണം, അതായത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാകാം, PCOD റിലേറ്റഡ് ഉണ്ടാകാം, പോഷകാഹാര കുറവ് കൊണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇന്റേണലി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ഉണ്ടാകാം. അതായത് എന്തെങ്കിലും ഒരു കാരണം ഈ മുടികൊഴിച്ചിലിന്റെ പിന്നിൽ ഉണ്ടാകും. അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുടികൊഴിച്ചിലിന് ഒരു ശാശ്വത പരിഹാരം. ഹോമിയോപ്പതിയിലെ മുടികൊഴിച്ചിൽ എന്നുള്ള കണ്ടീഷന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. ഹോമിയോപ്പതിയിലെ മുടികൊഴിച്ചിലിന് ഉള്ളിലേക്കുള്ള മെഡിസിൻസും അതുപോലെ തന്നെ പുറമെ പുരട്ടാനുള്ള ഓയിൽസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇത് രണ്ടും എടുക്കുന്നത് വഴി നിങ്ങളുടെ മുടികൊഴിച്ചിലിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് കുറച്ച് കൊണ്ടുവരാൻ കഴിയും.